ഇടുക്കി മൂന്നാറിലെ സുരക്ഷാ ജീവനക്കാരന്റെ കൊലപാതകത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടി പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ്. ഓഗസ്റ്റ് 23-നാണ് മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി രാജപാണ്ഡി കൊല്ലപ്പെട്ടത്. ബിനീഷ് ആന്റണി ചേരുന്നു. ഇപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള രാജപാണ്ഡിയെ കൊലപ്പെടുത്തിയത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് സൂചന നൽകുന്ന രീതിയിൽ, പ്രതികളെക്കുറിച്ച് സൂചന നൽകുന്ന രീതിയിൽ ആരെങ്കിലും വിവരങ്ങൾ നൽകിയാൽ പോലീസ് അവർക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന പാരിതോഷികം എന്താണ്? ഗണേഷ്, 25,000 രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്ന കഴിഞ്ഞ 23-നാണ്. 23-ന് രാവിലെയാണ് ഈ കന്നിമല സ്വദേശിയായ രാജപാണ്ഡിയെ ഈ പാചകം ചെയ്യാൻ പോയ ഹോട്ടലിൽ വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. തലയിൽ 7 അതോടൊപ്പം തന്നെ കഴുത്തിൽ 2 വെട്ടുകൾ ഏറ്റിരുന്നു. തുടർന്ന് പോലീസിന്റെ ഒരു വലിയ സംഘം തന്നെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരും ഡോക്ടർമാരും അടക്കമുള്ള ആളുകളെത്തി പരിശോധന നടത്തിയെങ്കിലും ഈ കുറ്റവാളി അല്ലെങ്കിൽ കൊലപാതകയെ കുറിച്ച് യാതൊരു വിവരം പോലീസിന് ലഭ്യമായില്ല. തുടർന്ന് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 18 പ്രത്യേക സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തോട്ട മേഖലയിലെ ജോലി ചെയ്യുന്ന നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ പൊതുജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിനായി പോലീസ് ചൊക്കനാട് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇൻഫർമേഷൻ ബോക്സും സ്ഥാപിച്ചു. എന്നാൽ ഇതുവരെയും പ്രതിയിലേക്ക് നീളുന്ന ഒരു കൃത്യമായ ഒരു സൂചനയും ലഭിക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ ഈ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരം നൽകുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പോലീസ് രഹസ്യമായി തന്നെ സൂക്ഷിക്കും. അത്തരത്തിൽ കൃത്യതയോടെയാണ് ഇനി ഈ ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു സമ്മാനം അല്ലെങ്കിൽ ഈ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും 23 തീയതി നടന്ന കൊലപാതകം ഏകദേശം 10 ദിവസങ്ങൾ പിന്നിടുമ്പോഴും കൊലപാതകയെ കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാത്ത പക്ഷത്തിലാണ് പോലീസ് ഇത്തരത്തിലുള്ള ആലോചനയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മനേഷ്, ശരി, എന്തായാലും 25,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഉത്രാട നാളിൽ, തിരുവോണ നാളിൽ ഓണം ബമ്പർ ലോട്ടറി എടുക്കാൻ 500 രൂപ കൊടുക്കേണ്ടി വരും. ഒറ്റ പൈസയും കൊടുക്കാതെ പ്രതിയെക്കുറിച്ച് സൂചന നൽകിയാൽ 25,000 രൂപ കിട്ടും എന്നാണ് ബിനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.